നമസ്കാരം പ്രിയമുള്ളവരെ, 2-3 ദിവസമായിട്ട് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ അർജുൻ്റെ കുടുംബവും മനാഫും എന്ന വിഷയം. ഇതിൽ ശരിക്കും മുതലെടുത്തത് സോഷ്യൽ മീഡിയ ആണ്. ഇതിത്രയും ആളിക്കത്തിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽ തന്നെ പ്രശസ്തിക്കും പൈസക്കും വേണ്ടി ഇരു കൂട്ടരെയും ഇതിൻ്റെ ആളുകൾ ഉപയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. മലയാളി ഏറ്റവും വിദ്യാസമ്പന്നനാണെങ്കിലും ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇപ്പോഴും ഇല്ല എന്നുള്ളത് വളരെയേറെ സങ്കടകരമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ലെങ്കിലും അവരെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുമ്പോഴാണ് ആ ആൾ ഏറ്റവും കൂടുതൽ എയറിൽ നിൽക്കുക. ആ ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയ പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ വീഴുകയാണ്. പിന്നെ ആളുകൾ പോകുന്നത് ഇവരുടെ ജാതി തിരഞ്ഞിട്ടാണ്. പിന്നെ 2 പ്ലാറ്റ്ഫോമിലായിട്ട് ഇവരെ ഉയർത്താൻ, എയറിൽ കയറ്റാൻ കുറേ ആളുകളും. ഇത്തരക്കാരാണ് ഇത് ഇത്രയും കൂടുതൽ വഷളാക്കിയത്. നമുക്കറിയാം, PV അൻവർ MLA മതത്തിൻ്റെ പിന്നിൽ ആരോപണം ഉണ്ടായപ്പോൾ തൻ്റെ ജോലിക്കാരുടെ മതം പ്രഖ്യാപിച്ച് മനാഫ് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇതര മതസ്ഥരെ കൊടുന്ന് തൻ്റെ മതസൗഹാർദ്ദം തെളിയിക്കേണ്ട, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാകേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം വളരെയേറെ സങ്കടകരമായ അവസ്ഥയിലേക്ക് നിന്നിട്ട് അവസാനം ഇപ്പോൾ മനാഫ്ക മാപ്പും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുറച്ചൊരു ക്ഷമ കാണിക്കാൻ മലയാളി സമൂഹം ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇവിടെ ഇരു കൂട്ടരിടത്തും തെറ്റുകളുണ്ട്. അത് നമുക്ക് അവരുടെ പ്രസ്താവനകളിൽ നിന്നും അവരുടെ വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെട്ട ആളുകളാണ് ഇവർ 2 പേരും. ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് പരസ്പരം ചോദിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ പബ്ലിക്കിലേക്ക് ഒരു പ്രസ്താവനയുമായിട്ട് വരേണ്ടത്. അതല്ല ചെയ്തിട്ടുള്ളത്. ആ പ്രസ്താവനക്കുള്ള മറുപടിയും വളരെയേറെ കൂടിപ്പോയി എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും നല്ലൊരു പ്രവൃത്തി ചെയ്ത ആളുകളെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നല്ല ആൾ കുറച്ച് വൈകാരികമായാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിലേറെ വൈകാരികമായി പ്രതികരിക്കും. അവരുടെ മുകളിലേക്കാകാൻ മറ്റുള്ള ആളുകൾ ശ്രമിക്കും. അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മുൻകാലങ്ങളിലുള്ള പല പ്രശ്നങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന അർജുന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരാളായിരുന്നു. ഇന്ന് അദ്ദേഹം ആരും ശ്രദ്ധിക്കപ്പെടാതെ എപ്പോഴും അവിടെയുണ്ട്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ. ഉണ്ടാവുമ്പോൾ എല്ലാവരും ഉണ്ടാവും, ഇല്ലാത്തുമ്പോൾ ആരും ഉണ്ടാവില്ല. ആ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അത്
മിസ്യൂസ് ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള അറിവും ക്ഷമയും ഇനിയെങ്കിലും മറ്റുള്ളവർ ഉണ്ടാവണം. മുതലെടുക്കുന്ന ആളുകളെ തിരിച്ചറിയുക. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആളിക്കത്തിക്കുന്നതിന് പകരം അത് തണുപ്പിക്കുവാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അവസരോചിതമായി ഇടപെടുക. ആളുകളുടെ മതവും രാഷ്ട്രീയവും നോക്കി മുതലെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും നോക്കുന്ന രണ്ട് പ്രവർത്തനമാണ് മതവും രാഷ്ട്രീയവും. അത് വളരെയേറെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.